ബഹുമാനപ്പെട്ട സമസ്തയുടെ ദീർഘകാലത്തെ പാരമ്പര്യമുള്ള ഇന്നത്തെ നേതാവ് ശൈഖുനാ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഈ പള്ളിന്റെ പേരും വരും. ഇപ്പൊ ഞാൻ അങ്ങനെ നോക്കാൻ ഇഫ്തിതാഹ് ഇതിന്റെ ഉദ്ഘാടനം അഷ്ശൈഖ് അബൂബക്കർ അഹ്മദ്. ഇതിപ്പോ ഒരു ചെറിയ പള്ളിയാണ്. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലുമായിട്ട് ഉസ്താദിന്റെ കൈ കൊണ്ട് പണി പൂർത്തീകരിച്ച പള്ളി 5000-ന് മുകളിലാണ്. 5000-ന് മുകളിലാണ്. പ്രിയപ്പെട്ട സഹോദരന്മാര്, എത്ര പണക്കാർ ഇവിടെ ഉണ്ട്, എത്ര കോടീശ്വരന്മാരുണ്ട്, എത്ര കോടീശ്വരന്മാരുണ്ട് മുസ്ലിമീങ്ങളിൽ. ആരെങ്കിലും ഇങ്ങനെ പള്ളി ഉണ്ടാക്കിക്കണോ? നിങ്ങൾ ഓർത്തു നോക്ക്, ഉസ്താദിന്റെ കൈക്ക് വന്നു പോയ പണം എത്രയാണ്? ഏതൊക്കെ നാട്ടിലാണത് കാണുന്നത്? എത്ര പള്ളികൾ, എത്ര മദ്രസകൾ, എത്ര യതീംഖാനകൾ. സുബ്ഹാന ജല്ല ജലാലു. നിങ്ങളെ തൊട്ടടുത്തുള്ള നോളജ് സിറ്റിയെ പറ്റി ഞാൻ പറയണോ? ചെറിയ മദ്രസ മുതൽക്ക് നോളജ് സിറ്റി വരെ എത്തി നിൽക്കുന്ന നമ്മുടെ വളർച്ച. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 1989 അല്ലാഹു തആല സമസ്തന്റെ പ്രവർത്തനം ഒന്ന് ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ശക്തിപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? ഒരു മത്സരം ആണോ വേണ്ടേ? ഒരു മത്സരം വേണം. അപ്പോഴേ ഏതുണ്ടാവുള്ളൂ? ശക്തി ഉണ്ടാവുള്ളൂ. അതാണല്ലോ ലോകം ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ കളി. അത് ഫുട്ബോളാണ്. എന്തുകൊണ്ട്? 2 ടീം. ഈ ഭാഗത്ത് 11 ആൾ, അപ്പുറത്തെ ഭാഗത്ത് 11 ആൾ. 11 ടീം. നിങ്ങളല്ലാണെന്ന് പറഞ്ഞത് ആരപ്പത് കാണാത്തത്? എനിക്കറിയാം. നിങ്ങളൊക്കെ കഴിഞ്ഞാൽ കാണാൻ പോവാണ്. അതിന്റെ ഭയം ഉണ്ടാതൊക്കെ ഒന്നും വേണ്ട ഇല്ലേ? ഒന്നിരിക്കൽ 7s അല്ലെങ്കിൽ 11s. 11 ആള് ടീമിൽ ഇറങ്ങിയിട്ട് ഇപ്പുറത്തും 11 അപ്പുറത്തും 11. 11 ആളും കളിച്ചിരുന്നത് 22 ആളും ഒരു പന്തിനാണോ 22 പന്തിനാണോ? അതാ പറഞ്ഞത്. ഒരു പന്തിന് വേണ്ടി 22 ആളും കളിക്കുക. അപ്പോഴാണ് മത്സരം. ആണോ അല്ലേ? അതാ പറഞ്ഞത്. ഒരു ഗ്രൗണ്ടിൽ അപ്പോഴാണ് ഇത് ശ്രദ്ധിക്കപ്പെടുന്ന കളിയാണ്. സുന്നത്ത് ജമാഅത്താകുന്ന ഒരൊറ്റ പന്ത്, അത് കേരളമാകുന്ന ഒരു ഗ്രൗണ്ടിൽ അല്ലാഹു തആല അതൊന്നാണ് കളിപ്പിക്കാൻ തീരുമാനിച്ചു. EK ഉസ്താദ് ഒരു ടീമിൽ വന്നു, AP ഉസ്താദ് ഒരു ടീമിൽ വന്നു. നമ്മളൊക്കെ ഇതിപ്പോ നിങ്ങൾക്ക് പറയാനൊരു മടി. നമ്മളൊക്കെ പിന്നെ ഇതിങ്ങനെ ആലോചിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇന്നാള് ഡോക്ടറെ പരിശോധിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങളെ ബ്ലഡ് ഒന്ന് പരിശോധിച്ചണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്തേന്ന് ചോദിച്ചു. അപ്പൊ അവിടെ മെഡിക്കൽ ക്യാമ്പ് നടക്കാം. അപ്പോലൊക്കെ പാടെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ച്. ഞാൻ ഉദ്ഘാടനത്തിന് പ്രസംഗിക്കലാണ്. അപ്പൊ നമ്മളെ ഈ മെഡിക്കൽ കോളേജിൽ ലത്തീഫ് ഡോക്ടറൊക്കെ ഓലൊക്കെ പാടെ പറഞ്ഞു, ഉസ്താദ് നിങ്ങളെ പരിശോധിച്ചാണ് തുടങ്ങുന്നത്. എന്തിനെ പരിശോധിച്ചാന്? പടച്ചറമ്പേ, എനിക്ക് അല്ലാഹു നിഅമത്ത് ചെയ്തിട്ട് ഈ വയസ്സിനിടക്ക് ഒരു ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ടില്ല, ഒരു ഗുളിക കുടിച്ചിട്ടില്ല, ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ടില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു ആഫിയത്ത് നിലനിർത്തി തരും. ഒരു ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അങ്ങനത്തെ സംഗതി പരിശോധിച്ചിട്ട് തന്നെ എന്തെങ്കിലും പറയുള്ളൂ. ചില സ്ഥലത്തൊക്കെ തന്നെ എനിക്ക് മധുരമില്ലാത്ത ചായ തരലുണ്ട്. ഞാൻ പിന്നെ ഓൽക്കും വേണ്ടി അങ്ങനെയാണ് കുടിച്ചല. മനസ്സിലായോ? ഞാൻ മധുരമൊക്കെ ഇട്ടിട്ട് തന്നെ കുടിച്ചോളൂ. അല്ലാഹു തആല ഖൈറ് തരട്ടെ. ഞാൻ അപ്പൊ നല്ല മട്ടത്തിൽ പോകാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന ബ്ലഡ് പരിശോധിച്ചണെന്നാണ്. അപ്പൊ അതെന്തിനാന്ന് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ഗ്രൂപ്പ് അറിയാനാണ്. എന്റേത് നോക്കാനുള്ള, എന്റേത് AP ഗ്രൂപ്പാണ് പറഞ്ഞു. പറഞ്ഞ മാതിരി തന്നെ ഒരു പരിശോധിച്ച് നോക്കുമ്പോൾ A പോസിറ്റീവ്, AP ഗ്രൂപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഗ്രൂപ്പൊക്കെ പാടെ നോക്കിയിട്ട് നമ്മളൊക്കെ 2 ഗ്രൂപ്പായി. AP ഉസ്താദ് ഒരു ഗ്രൂപ്പിന്റെ ലീഡർ, EK ഉസ്താദ് ഒരു ഗ്രൂപ്പിന്റെ ലീഡർ. കേരളത്തിൽ സുന്നത്ത് ജമാഅത്തോടെ കളി തുടങ്ങിയില്ല. കളിയാണ് തുടങ്ങിയപ്പോ നമ്മള് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് അടിച്ചു പന്ത്. അവിടെ മദ്രസ, മറ്റൊരുത്ത പള്ളി, അവിടെ യതീംഖാന, അവിടെ കോളേജ്, അവിടെ ദഅവാ കോളേജ്, അവിടെ ഹിഫ്ദുൽ ഖുർആൻ, അങ്ങനെ അങ്ങോട്ട് നടത്തിയിട്ട് കളിയോട് കളി. ആണോ അല്ലേ? കളി ഇങ്ങനെ കണ്ടപ്പോ വേറെ ചിലർക്ക് കുറിച്ചുകാണ്ട് ഒരു കാലില് വള്ളി വെച്ചുകാണ്ട് അങ്ങോട്ടും ഉന്തിയിട്ടും ഇങ്ങോട്ടും ഉന്തിയിട്ടും. കളി അറിയാത്തവരാണ് അടിപൊളി ഉണ്ടാക്കല്. കളി അറിയുന്നവര് പന്ത് കളിക്കുക അല്ലേ? അല്ലാഹു റബ്ബി, ഇത് എന്താ വെച്ചാൽ ഒരു സ്വാഗതാർഹമായ പിളർപ്പ് അള്ളാഹ് വെച്ചതാണ്. എന്തിന്? സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടാൻ. ഇന്നാള് സമ്മേളനത്തിന് ആരോ സ്വാഗതം പറയുമ്പോ പറഞ്ഞു ദൗർഭാഗ്യകരമായ അല്ലാഹു തആല ഒരു സ്വാഗതാർഹമായ സംഗതി ഉണ്ടാക്കി അല്ലേ? എത്ര പള്ളികൾ വന്നു, എത്ര മദ്രസകൾ വന്നു, എത്ര യതീംഖാനകൾ വന്നു, എത്ര കോളേജുകൾ. വിവരമില്ലാത്ത സ്ഥലത്ത് ചില അടിപിടി ഉണ്ടായി. അത് എല്ലാത്തിലും ഉണ്ടായിക്കണം. വീട്ടിന്റെ ഉള്ളിൽ ചെറിയ കുട്ടികൾ തമ്മിൽ അടിച്ചില്ല. അത് EK AP ഉണ്ടായിട്ടാ.
ചെറിയ മക്കൾ നമ്മൾ രണ്ടാളും മുട്ടായിക്ക് തല്ലുപോയി. ഒരു കുട്ടി മറ്റൊരു ഒരു കുത്തി കൊടുത്തു. അതിപ്പം നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇത് മനുഷ്യ സഹജമായിട്ട് ചില സ്ഥലത്ത് ഉണ്ടായത്. അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണ്ട, നന്മ പറയട്ടെ. എത്ര പടച്ചോനെ, എത്ര മദ്രസകൾ, എത്ര പള്ളികൾ, എത്ര കോളേജുകൾ, എത്ര യതീംഖാനകൾ. യാ റബ്ബ്, 15,000-ത്തിലധികം സാക്ഷികളാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് ഈ സമസ്തന്റെ 100ാം വാർഷികത്തിന്റെ പൂർത്തീകരണ ദിവസം ജനുവരി 28, 29, 30, 31, 31 അതിന്റെ സമസ്തയുടെ പ്രകാശം ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി ഉസ്താദ് പറഞ്ഞു, നമുക്കൊരു നാട്ട് ദർസ് അഹ്ലു സുഫ മദീനത്തെ പള്ളിയിൽ മുത്തുനബി തുടങ്ങിയാർ. ഇവിടെ തുടങ്ങിയോ നിങ്ങൾ മൽക്കളില്ലാത്ത തുടങ്ങിക്കണമെങ്കിൽ ആന്നറിയാം. തുടങ്ങിയില്ലേ? അല്ലാഹു റബ്ബി, ഉസ്താദ് തന്നെ കിതാബ് ഉണ്ടാക്കി, എല്ലാവർക്കും കിതാബ് തന്നു. തുടങ്ങിയില്ലേ ദർസ്? ആ ദർസ് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു 750 ഉസ്താദ്മാരെ തയ്യാറാക്കാന്നാണ്. പക്ഷെ അതിന്റെ പേരിങ്ങനെ രജിസ്റ്റർ ചെയ്ത് വന്നപ്പോ 7,500 ഉസ്താദ്മാര്. ഉസ്താദ് ഇജാസത്ത് കൊടുത്തു. നമ്മളൊരു 5 ലക്ഷം ആളുകൾക്കാണ് പ്ലാൻ ചെയ്തത് ദർസിന്. അത് 7 ലക്ഷമായി. ഇൻഷാ അല്ലാഹ് ഇനി ഒരു 3 ലക്ഷം പെണ്ണുങ്ങളെയും കൂടി ഓൺലൈനിൽ ക്ലാസ്സിന് രജിസ്റ്റർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 31-ാം തീയതി സമസ്തയുടെ സമ്മേളന നഗരിയിൽ എ.പി. ഉസ്താദ് ആ കിതാബിന്റെ അവസാനത്തെ പാഠം ദർസ് നടത്തിക്കൊണ്ട് ഇജാസത്ത് കൊടുക്കുമ്പോൾ 10 ലക്ഷം ആളുകൾക്ക് ഒരുമിച്ച് ഇജാസത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താണ് മക്കളെ ഇജാസത്ത് എന്ന് പറഞ്ഞാൽ? ആണും പെണ്ണും ഒക്കെ മനസ്സിലാക്കണം. എന്താണ് ഇജാസത്ത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു റബ്ബി, ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന്റെ ഉസ്താദ് ഓക്കെ ഉസ്താദിന്റെ ഉസ്താദ് സദഖത്തുള്ള മുസ്ലിയാർ, അവരുടെ ഉസ്താദ് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, അവരുടെ ഉസ്താദ് ഖുത്ബി മുഹമ്മദ് മുസ്ലിം, അവരുടെ ഉസ്താദ് ചാലകത്ത് കുഞ്ഞാഹമ്മദ് മുസ്ലിയാർ, അവരുടെ ഉസ്താദ് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ, അവരുടെ ഉസ്താദ് മമ്മിക്കുട്ടി ഖാദി, അവരുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദ് പരമ്പരയിൽ വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ. അങ്ങനെയാണ് പോയാൽ 19-ാമത്തെ ഉസ്താദ് ഇബ്നു ഹജർ തങ്ങൾ. അങ്ങനെയാണ് പോയാൽ 30-ാമത്തെ ചില ഉസ്താദ് ഇമാം ഗസാലി തങ്ങൾ. അങ്ങനെയാണ് പോയാൽ 40-ാമത്തെ ഉസ്താദ് മുഹമ്മദ് മുസ്തഫ. ഇതൊരു ചെങ്ങലയാണ്. ആ ചെങ്ങലിൽ നമ്മൾ ഒന്ന് ചേരുക. 41-ാമത്തെ ഒരു കണ്ണി നമ്മളെയും ചേർത്ത് തരാം. അതാണ് ഇജാസത്ത്. അള്ളാഹു ഭാഗ്യം തരണം. അതാണ് അറബി ഒരക്ഷരം വായിക്കാൻ അറിയാത്ത ആളും കിതാബ് വാങ്ങിക്കണേ നമ്മളെ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾക്ക് കിതാബ്? ഉസ്താദെ, കിതാബിന്റെ കയ്യിൽ വേണം. എന്തേ? അത് ഉസ്താദ് ഉണ്ടാക്കിയ കിതാബാണ്. ആ കിതാബ് ഇങ്ങനെ കയ്യിൽ പിടിക്കുക. മൗലിദ് കിതാബ് കയ്യിൽ പിടിക്കണ്ടേ? ഖുർആൻ കയ്യിൽ പിടിക്കണ്ടേ? എന്ന മാതിരി കിതാബ് കയ്യിൽ പിടിക്കുക. ഉസ്താദ് ഇജാസത്ത് തരുമ്പോ ഈ കിതാബും കയ്യിൽ പിടിച്ചാണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ മരിക്കുമ്പോ എനിക്ക് ഉസ്താദിന്റെ ആ സ്വപ്നം വജാ റബ്ബുക വൽ മലകു സഫൻ സഫാ വഅനിഅ്ബുദുനി ഹാദാ സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിന്റെ സ്വപ്നിൽ അള്ളാഹിന്റെ മുമ്പിൽ പുഞ്ചിരിച്ച് നിൽക്കണം. ആ സിറാത്തുൽ മുസ്തഖീമിന്റെ സ്വപ്നിൽ നിന്നിട്ട് മുത്തനബിന്റെ പ്രകാശിക്കുന്ന മുഖം കാണണം. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹബീബിന്റെ പ്രകാശിക്കുന്ന മുഖം നോക്കി ഒരു പുഞ്ചിരിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടട്ടെ. അള്ളാഹ് സിദ്ദീഖ് തങ്ങളെ ഒന്ന് കണ്ടിട്ട് നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ വെക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ആയിഷ ബീവിനെ ഉമ്മമാരെ മഹ്ശറാ മുറ്റത്ത് വെച്ച് ആയിഷ ബീവിനെ ഒന്ന് കണ്ടിട്ട് ഉമ്മ എന്ന് വിളിച്ചിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് ഒന്ന് കൈ പിടിച്ച് മുത്താൻ നമ്മുടെ ഉമ്മമാർക്ക് അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ. ഫാത്തിമ ബീവിനെ ഒന്ന് അവിടെ വെച്ച് കണ്ടിട്ട് ഫാത്തിമ ബീവിനെന്ന് റസൂലുള്ള വിളിക്കാണ്. ഫാത്തിമോ, എന്തൊരു താല്പര്യമുള്ള സന്തോഷമുള്ള വിനയമുള്ള വിളിയാണത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എല്ലാവർക്കും ഉമ്മയാണ്. സിദ്ദീഖ് തങ്ങളെ മോളാണല്ലോ അല്ലേ? ആയിഷ ബീബി സിദ്ദീഖ് തങ്ങളെ മോളാണ്. പക്ഷെ റസൂലുള്ള കല്യാണം കഴിച്ചതോടുകൂടി ആരായി? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ഉമ്മയായി. പലപ്പോഴും സിദ്ദീഖ് തങ്ങൾ ആയിഷുവിനെ വിളിക്കുന്നത് ഉമ്മാന്നാണ്. വാപ്പയായ സിദ്ദീഖ് തങ്ങൾ ആയിഷുവിനെ വിളിക്കുന്നത് എങ്ങനെയാണ്? ഉമ്മാന്നാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ ഉമ്മാനെ മഹ്ശറാ മുറ്റത്തൊന്ന് കാണാൻ സഹോദരിമാരെ നമുക്ക് പൂതിയില്ലേ? ആയിഷ ബീവി ഒന്ന് കാണാൻ, ഖദീജ ബീവി ഒന്ന് കാണാൻ, അവരൊന്ന് കണ്ടിട്ടൊന്ന് സലാം ചൊല്ലി കൈ പിടിച്ച് മുത്താൻ നമുക്കൊക്കെ പൂതിയില്ലേ? ആ പൂതി നമുക്ക് നിർവഹിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ആ സുന്നത്ത് ജമാഅത്തിന്റെ സബീലുൽ മുഅ്മിനീൻ അതിന് നമ്മൾ കണ്ണിയായി ചേരണം. അതാണ് സമസ്തന്റെ 100ാം വാർഷിക സെന്റിനറിയുടെ സമാപനത്തിൽ 10 ലക്ഷം ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉസ്താദ് നമ്മളെ ആ കണ്ണിയിൽ ചേർക്കുമ്പോൾ അതിലൊരു ചെങ്ങല കണ്ണിയാകാൻ ഞങ്ങൾക്കും നീ ഭാഗ്യം തരണേ അല്ലാഹ്.
പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാൻ ഈ നാട്ടിലെ ആളുകളോട് SYSന്റെ, SSFന്റെ, മുസ്ലിം ജമാഅത്തിന്റെ, പള്ളി കമ്മിറ്റിയുടെ, മദ്രസ കമ്മിറ്റിയുടെ ഏതെങ്കിലും ഒന്നിലും നമ്മളൊക്കെ എല്ലാവരും ഉണ്ടാകാം. ഏതെങ്കിലും ഒന്നിൽ എല്ലാവരും ഉണ്ടാകും. കുട്ടികളൊക്കെ SSFലുണ്ടാകും, യുവാക്കളൊക്കെ SYSലുണ്ടാകും, മുതിർന്ന ആളുകളൊക്കെ മുസ്ലിം ജമാഅത്തിലുണ്ടാകും, ഉസ്താദുമാരൊക്കെ ജമിയത്തുൽ ഉലമയിലുണ്ടാകും, മറ്റേ ഉസ്താദുമാരൊക്കെ ജമിയത്തുൽ മുഅല്ലിമീനിലുണ്ടാകും. നമ്മളൊക്കെ ഓരോന്നിലും കണ്ണിയായിട്ട് ഉണ്ടാവണം. അങ്ങനെ നമ്മളെ നാട്, ഈ പ്രദേശത്ത് നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ആദർശത്തെ ശക്തി പ്രാപിച്ച് നിലനിർത്തണം. ഈ നാട്ടിലൊരു ബിദ്അത്തുകാരനെ വളരാൻ നമ്മൾ അവസരം കൊടുക്കരുത്. ഒരു ബിദ്അത്ത് ഇവിടെ വന്നാൽ ആ ബിദ്അത്തുകാരനെ നമ്മൾ മാന്യമാക്കിയാണ് മാറ്റി നിർത്തുക. എന്റെ നാട്ടില് വഹാബികൾ വന്നിട്ടൊരു നിസ്കാരം തുടങ്ങി, തറാവീഹ് നിസ്കരിക്കാൻ, നോമ്പിന്റെ നിസ്കാരം മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, അല്ലാ 100-400 പേരുണ്ടായിട്ട് ഒരൊറ്റ കുട്ടി നോമ്പ് തുറക്കാൻ പോയില്ല. ഒരു കുട്ടി ആ വൈക്ക് തിരിഞ്ഞു നോക്കിയില്ല, ഒറ്റ കുട്ടിയില്ല. മനസ്സിലാക്കി? നമ്മളെ നാട്ടില് വെരുമ്പാത്തിൽ സാമ്പിൾ അറിയാൻ പോയി നോക്കാറുണ്ട്, അതിന് പോകാൻ നിൽക്കണം. ചക്ക മുറിച്ചപ്പോഴേ, ചക്ക മുറിച്ചപ്പോഴതിന്റെ വാസനാണ് വന്നു. അപ്പൊ സാമ്പിൾ അറിയാൻ പോയതാണ് ഈച്ച. പിന്നെ ഈച്ചക്കിന് പോരാൻ കൂടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സാമ്പിൾ അറിയാൻ വേണ്ടി പോകാൻ നിൽക്കണ്ട. നമ്മൾ ശ്രദ്ധിക്കണം. ഞമ്മക്കൊരു ആദർശമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞമ്മക്കൊരു ശക്തിയുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി ഞമ്മക്ക് സാമ്പിൾ അറിയാൻ എവിടെയും പോകേണ്ടതില്ല. നമുക്ക് മുസ്ലിം ലോകത്തെ പേര് പറഞ്ഞാൽ സയ്യിദുനാ മലക്ക് ജിബ്രീൽ, സയ്യിദുനാ മലക്ക് അസ്റായീൽ, മീകായിൽ, ഇസ്രാഫീൽ, അല്ലാഹു റബ്ബി. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്ന നബിയുല്ലാഹി ആദം, ഖലീലുല്ലാഹി ഇബ്രാഹിം, അല്ലാഹു കലീമുല്ലാഹി മൂസ, അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ബീവി ആയിഷ, ബീവി ഫാത്തിമ റളിയല്ലാഹു സ്വല്ലല്ലാഹു ഖുൽ ഹുവല്ലാഹു അല്ലാഹ് അല്ലാഹ്. ഈമാനിലെ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തിയ ഒരു വലിയ ചങ്ങല നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ കൂടെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അതുകൊണ്ട് നാട്ടുകാരെ, പ്രിയപ്പെട്ട സ്നേഹജനങ്ങളെ, നമ്മുടെ ഈ മഹല്ലത്തിൽ, നമ്മുടെ ഈ പ്രദേശത്ത്, നമ്മുടെ മദ്രസയിൽ പഠിച്ച ഒരു കുട്ടി, നമ്മുടെ മദ്രസയിൽ പഠിച്ച ഒരു മോള് വഴി തെറ്റിപ്പോകാതിരിക്കാൻ മുതിർന്നവരും കുട്ടികളും ഒക്കെ ചേർന്നുകൊണ്ട് നല്ല കെട്ടുറപ്പോടുകൂടെ നമ്മൾ പ്രവർത്തിക്കാം. നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കാം. ധാരാളം സേവനങ്ങൾ ചെയ്യാം. അല്ലാഹു റബ്ബി രോഗികളെ ചികിത്സിക്കുന്ന പദ്ധതി, പാവപ്പെട്ടവർക്ക് കണ്ണീരൊപ്പുന്ന പദ്ധതി, അല്ലാഹു റബ്ബി നമ്മുടെ സാന്ത്വനത്തിന്റെ പദ്ധതി, ദാറുൽ ഖൈർ പദ്ധതി, വിദ്യാഭ്യാസ പദ്ധതി, ഏതൊക്കെ പദ്ധതികൾ ഉണ്ടെന്നറിയോ? യാ റബ്ബ് യാ റബ്ബ്. അതുകൊണ്ട് അതിലൊക്കെ ഒരു കണ്ണിയായി ചേർന്നുകൊണ്ട് ഓരോ പ്രദേശത്തും സുബ്ഹാനല്ലാഹ്. ഞാൻ കുറച്ചു മുമ്പ് ഒരു മഹല്ലത്തിന് ജുമാക്ക് വേണ്ടി ചെന്നു. അപ്പൊ അവിടെ കന്നപ്പന്റെ കണ്ണ് നനഞ്ഞുപോയി. എന്താണ് 10 ചെറുപ്പക്കാർ അവർ ആ മഹല്ലത്തിൽ ഇറങ്ങിയിട്ട് അവരത്തെ ഏതിന്റെ 3 വീൽ ചെയർ, ആ വീൽ ചെയർ വെച്ച് കുട്ടികൾ പോവുകയാണ്. മൂന്നാള് ഒരു വൈക്ക് പോവുകയാണ്. അപ്പൊ എന്താ, അവിടെ സുഖമില്ലാതെ കിടക്കണ വല്യപ്പാരുണ്ട്. ആ വല്യപ്പാർക്ക് എഴുന്നേറ്റ് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. ഓർമ്മ ശക്തിക്ക് യാതൊരു കുറവുമില്ല, കാഴ്ച ശക്തിക്ക് ഒരു കുറവുമില്ല. ആ വല്യപ്പാര് പള്ളിക്കന്ന് ജുമാന്റെ ബാങ്ക് കേൾക്കുമ്പോ വള്ളിപ്പ കരയാണ്. എന്തുകൊണ്ട്? ജുമാക്ക് വരാൻ വയ്യ, ബാപ്പാന്റെ ഖബറിങ്ങൾക്ക് വരാൻ വയ്യ. ഈ 3 കുട്ടികൾ പോയിട്ട് രാവിലെ, വെള്ളിയാഴ്ച രാവിലെ പോയിട്ട് ആ വീട്ടിൽ പോയിട്ട് ആ വല്യപ്പാനെ എഴുന്നേൽപ്പിച്ച് ഇരുത്തി, അയാളെ കാലുമല നഖം വെട്ടിക്കൊടുത്തു, കയ്യുമല നഖം വെട്ടിക്കൊടുത്തു. ആ വല്യപ്പാനെ കുളിപ്പിച്ചു. ജുമാന്റെ സമയമായപ്പോ ആ വല്യപ്പാനെ 3 ചെറുപ്പക്കാരെടുത്തിട്ട് വീൽ ചെയറിൽ വെച്ചിട്ട് അവര് ഉന്തിങ്ങനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് വീൽ ചെയറിൽ പള്ളിയിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ആ വീൽ ചെയറിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് അല്ലാ വല്യപ്പ ഖുതുബ കേൾക്കണം, നിസ്കരിക്കണം. ഇതൊക്കെ കഴിഞ്ഞ് മയ്യത്ത് നിസ്കാരവും കഴിഞ്ഞ് പുറത്തിറങ്ങി ഖബർസ്ഥാനിൽ കൊണ്ടുപോയി നിർത്തിക്കൊടുത്തു. ആ വല്യപ്പാന്റെ വാപ്പ കിടക്കണ ഖബറിലെടുത്ത് വീൽ ചെയർ കൊണ്ടുപോയി നിർത്തിയിട്ട് ആ വല്യപ്പ ഖബർസ്ഥാനിൽ നിന്ന് ദ്വാർന്ന് ആ വല്യപ്പാനെ കൊണ്ടിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കിടത്തിയപ്പോ ഈ 3 കുട്ടികൾ എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് താങ്ങി എടുത്തിട്ട് വിരിപ്പിൽ ഇങ്ങനെ കിടത്തിയപ്പോ ആ വല്യപ്പാന്റെ ഒരു ദ്വാരുണ്ട്, മക്കളെ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരുട്ടോ, അല്ലാഹു നിങ്ങളെ കൈയൊഴിക്കൂല കേട്ടോ. ആ ദുആ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ സാന്ത്വനത്തിന്റെ വളണ്ടിയർമാർ, നമ്മുടെ പ്രവർത്തകർ എത്ര മഹല്ലുകളിൽ സുബ്ഹാന ജല്ല ജലാലുഹു
ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന രോഗി ആ രോഗിനെ രണ്ട് ചെറുപ്പക്കാർ കൂട്ടിയിട്ട് ഇങ്ങനെ താങ്ങിനെടുത്തതാണ്. ആ താങ്ങി അങ്ങോട്ട് എടുത്തപ്പോൾ അയാൾ ഒന്നായിട്ടാണ് ഛർദ്ദിച്ചു. നല്ല ചെറുപ്പക്കാരെ കുപ്പായത്തിനും മുഖത്തും ഒന്നായിട്ട് ഛർദ്ദിച്ചിട്ട് ആ കുട്ടികൾക്ക് ഒരു അറപ്പും തോന്നിയില്ല, ഒരു വെറുപ്പും തോന്നിയില്ല. ആ കുട്ടികൾ ആ വല്യപ്പാനെ കൊണ്ട് ഡോക്ടറെ അടുത്ത് എത്തിച്ച് അവരെ തുണിയും കുപ്പായൊക്കെ ശരിക്കും കഴുകി യാ റബ്ബ് ആ ഛർദ്ദിച്ചിരിക്കുന്ന വല്യപ്പാനെ ഒരിക്കലും അവർ ശപിച്ചില്ല. ഈ രൂപത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ സേവന സന്നദ്ധത പഠിപ്പിച്ച് പ്രകാശിപ്പിച്ചത് അത് AP ഉസ്താദിന്റെ സമസ്തയാണ്. അല്ലാഹുവേ ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഞാനൊരു പ്രാവശ്യം റമളാൻ ശരീഫിൽ ഒരു 20 വർഷമായിട്ടുണ്ടാകും, ഞാൻ റമളാൻ ശരീഫിൽ ഒരു ഉംറക്ക് വേണ്ടി പോയി. ഒറ്റക്ക് പോയതാ. ഉംറക്ക് പോയി തവാഫ് കഴിഞ്ഞു. സഫാ മർവയിൽ സഅയ് ഇങ്ങനെ നടക്കുകയാണ്. ആ സഅയിന്റെ ആദ്യത്തെ സഅയ് ഇങ്ങനെ നടക്കുമ്പോൾ ഇതിന്റെ മുന്നിലുണ്ട് ഒരാൾ ഇങ്ങനെ പോണ്. അയാൾ ഇങ്ങനെ അല്ലാഹ് 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 ആ ദിക്ർ ഇങ്ങനെ ചൊല്ലിയിട്ട് ഇങ്ങനെ അല്ലാഹ് അല്ലാഹ് അത് ചൊല്ലിയിട്ട് ഇങ്ങനെ പോവാ. അപ്പൊ ഇങ്ങനെ സൗണ്ട് കേട്ടപ്പോ പടച്ചോനെ AP ഉസ്താദിന്റെ സൗണ്ടാണുള്ളത്. നോക്കുമ്പോ ഇഹ്റാമിലല്ലേ, നമുക്ക് പെട്ടെന്ന് തിരിയില്ലോ. ഉസ്താദാണ്. ഞാൻ ഓടിച്ചെന്നു ഉസ്താദിന് സലാം ചൊല്ലി, മോനെ നീ എപ്പോഴാ വന്നത്? ഞാനിപ്പോ വന്നിട്ടുള്ള ഉസ്താദെ, തവാഫ് കഴിഞ്ഞു. അപ്പൊ സഅയ് ചെയ്യാണോ ചാന്നാണ്, ഒറ്റക്കാണോ ചാന്നാണ്. നിങ്ങളൊക്കെ പാതിരി ആരോഗ്യമുള്ള സമയത്ത് വന്നാൽ ഇങ്ങനെ ഒറ്റക്ക് ചെയ്യണ്ട. നടക്കാൻ വയ്യാത്ത ആൾക്കാരുണ്ടാകും, അവരെ പിടിച്ച് ചെയ്തോളി. കണ്ണ് കാണാത്തവരാരെങ്കിലും ഉണ്ടാകും, അവരെ കൂട്ടി ചെയ്തോളി. അറിവില്ലാത്ത ആൾക്കാരുണ്ടാകും, അവരെ കൂട്ടി പറഞ്ഞു കൊടുത്തുകൊണ്ട് ചെയ്തോളി. നിങ്ങൾ ഓർത്ത് നോക്കിയും ആ സഅയിൽ വെച്ച് കണ്ടപ്പോ അപ്പൊ ഉസ്താദ് പറയണത്, ഞാൻ എന്നോട് പറയാ, ഞാൻ നിങ്ങളൊക്കെ പ്രായത്തിൽ ഞാനിവിടെ വരുമ്പോ ഒറ്റക്ക് ചെയ്യലില്ല. കണ്ണ് കാണാത്തവരോ നടക്കാൻ വയ്യാത്തവരോ അറിവില്ലാത്തവരോ അവരൊക്കെ കൂട്ടിയിട്ടാണ് ചെയ്യല്. അപ്പൊ അവരും കൂടി കൂട്ടി ചെയ്തോളി എന്ന് പറഞ്ഞു ഉസ്താദ്. ആ സമയത്ത് മൂപ്പർക്ക് പറയാനുള്ളത് അതാണ്. ആ ഉസ്താദിനെ കൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ സമസ്തയിൽ സ്വാഗതാർഹമായ ഒരു പിളർപ്പാണുണ്ടായി. നമ്മളൊക്കെ AP ഗ്രൂപ്പിൽ ചേർന്നു. ആ AP ഗ്രൂപ്പിന്റെ എത്ര സേവനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. സമസ്ത എന്ത് പ്രകാശിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ലോകത്ത് നിങ്ങൾ യാത്ര ചെയ്ത് നോക്കണം. കേരളത്തിന്റെ മെഡിക്കൽ കോളേജുകൾ ഏതുണ്ടോ അവിടെ എല്ലാം AP ഉസ്താദിന്റെ മക്കളുണ്ട്. നിങ്ങൾ ഹജ്ജിന് വേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, ഹജ്ജ് സമയത്ത് വഴി തെറ്റിയിരിക്കുന്ന ഹാജി പാകിസ്ഥാനിയാകാം, ബംഗ്ലാദേശിയാവാം, ആഫ്രിക്കക്കാരനാവാം. അല്ലാഹു റബ്ബി വഴി തെറ്റിയിരിക്കുന്ന ആളുകളെ, വീൽ ചെയറിൽ നടക്കാൻ വയ്യാത്തവരെ ഹജ്ജ് സമയത്ത് നമ്മുടെ ICF-ന്റെയും നമ്മുടെ RC-യുടെയും ഒക്കെ പ്രവർത്തകന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം യാ റബ്ബ് യാ റബ്ബ്. കൊറോണ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. അബുദാബിയിലും മറ്റൊക്കെ പല എയർപോർട്ടുകളിലും ആളുകൾ വന്നിട്ട് വിമാനം അവിടെ ഇറക്കി കൊടുത്ത് ഇറങ്ങി ഇനി അപ്പുറത്തേക്ക് പോകൂല. അബുദാബി ടച്ച് ചെയ്തിട്ട് നാട്ടിലേക്ക് വരുന്ന വിമാനം, ദുബായിൽ ടച്ച് ചെയ്തിട്ട് ആഫ്രിക്കയ്ക്ക് പോണ വിമാനം അവിടുന്ന് പോണില്ല. സുബ്ഹാനല്ലാഹ്, എയർപോർട്ടിൽ കുടുങ്ങിയ ആളുകൾക്ക് നമ്മളെ AP ഉസ്താദിന്റെ മക്കളുണ്ട് അവിടെ ICF, അവര് ഭക്ഷണം ഉണ്ടാക്കി പൊതിയാക്കി എയർപോർട്ടിൽ ഗവൺമെന്റിൽ നിന്ന് സമ്മതം വാങ്ങി. എന്നിട്ട് അവർക്കൊക്കെ എത്ര ദിവസമാണ് ഭക്ഷണം കൊടുത്തത്? എത്ര ദിവസ ഭക്ഷണം കൊടുത്തത്? ഓ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ മക്കളെ SSF-ലൂടെ, നമ്മളെ മക്കളെ SYS-ലൂടെ നമ്മൾ പരിശീലിപ്പിക്കണം. എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിൽ നമ്മളെയൊക്കെ കൽബും ഖബറും പ്രകാശിച്ച് ജീവിക്കാൻ സമസ്തയുടെ 100 പ്രകാശ വർഷത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് ജനുവരി 31-ന് സമ്പൂർണ്ണ സമാപന സമ്മേളനം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വിശ്രമിക്കാനല്ല, പിന്നെ അടുത്ത ഒരു 100 വർഷത്തേക്കുള്ള പദ്ധതികളിലൂടെ നമുക്ക് തുടർന്നു പോകണം. നമ്മളെ മക്കൾ ഇവിടെ വരുന്നുണ്ട്. അവർക്ക് ഇവിടെ സുന്നിയായി ജീവിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ദുആ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസരം കിട്ടുമ്പോൾ വീണ്ടും പറയാം. ഇപ്പൊ തന്നെ മണി 9:30 ആയി. 9:30 കഴിഞ്ഞില്ലേ?
9:30 കഴിയുമ്പോഴത്തേനല്ലേ 10:30. അപ്പോൾ ഇപ്പോൾ അതിശയം 9:30 കഴിഞ്ഞാൽ തന്നെ 10:30. അപ്പം ഇപ്പം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു ഖൈറ് തരട്ടെ. ഇന്ന് നമ്മൾ മരിച്ചുപോയ വാപ്പാര് വല്യപ്പാര് അങ്ങനെ അസുഖമായിട്ട് കിടക്കുന്നവർ അവർക്കൊക്കെ വേണ്ടി ഒന്ന് ദ്വാരക്കല്ലേ. നമ്മളിപ്പോൾ ഈ ഉസ്താദന്മാരൊക്കെ അങ്ങനെ വണ്ടിപ്പാഞ്ഞ് നടക്കുമ്പോഴേ എത്രയോ ആളുകൾ ഇങ്ങനെ പറയും അവിടെ ദ്വാരക്കാണ്ട് ക്യാൻസർ ഉള്ളവരുണ്ട്, അറ്റാക്ക് ഉള്ളവരുണ്ട്, അങ്ങനെ പലതും ഉള്ളവരുണ്ട്. നമ്മളെ ഈ കൂടിയ സഹോദരിമാരെ കൂട്ടത്തിൽ എത്ര അമ്മപങ്ങന്മാരുണ്ട്, പല രോഗവും വിഷയമൊക്കെ ഉള്ളത്. നമ്മളെ സഹോദരിമാർ പ്രത്യേകിച്ചും പല രോഗവും പറയോ ഇപ്പൊ പല പെണ്ണുങ്ങൾക്കും എന്താണ് ഗർഭാശയം മാറ്റി വെക്കുക. അതുവരെ ഈ പെണ്ണുങ്ങൾ മുണ്ടൂല. ഇപ്പൊ അവസാനം ഗതി ഇല്ലാതെ ആയപ്പോ പരിശോധിച്ചാൽ മതി കൊണ്ടേ. അപ്പൊ നോക്കുമ്പോ ഡോക്ടർ പറഞ്ഞ് എല്ലാ സ്റ്റേജും കഴിഞ്ഞിരിക്കണേ, ഇനി ഗർഭാശയം ഒഴിവാക്കണം. അതുവരെ കാത്തു നിൽക്കേണ്ട പെണ്ണുങ്ങളെ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ എൻ്റെ ഉമ്മപങ്കന്മാരോട് പറയാണ്, പണ്ടത്തെ കാലത്തെ മതി നിങ്ങൾ വെച്ചുകൊണ്ട് തീർക്കേണ്ട കാലമല്ല. ഇപ്പൊ അസുഖം ഉണ്ടെങ്കിൽ വേഗം എന്താക്കണം, പറയണം, റിപ്പോർട്ട് റെഡിയാക്കണം. അല്ലേ അല്ലാഹു റബ്ബി. എന്തുകൊണ്ട് ഇപ്പൊ 1ാമത്തെ സ്റ്റേജ് 2ാമത്തെ സ്റ്റേജ് അപ്പേക്ക് പിന്നെന്തായി, ബ്രസ്റ്റ് മാറ്റി വെക്കണം, അപ്പേക്ക് കുടല് മാറ്റി വെക്കണം, അപ്പേക്ക് ലെൻസ് മാറ്റി വെക്കണം, അപ്പേക്ക് ഗർഭാശയം മാറ്റി വെക്കണം. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കാലായി. അതുകൊണ്ട് മാറ്റി വെക്കേണ്ട അവിടെ എത്തിക്കാതെ അല്ലാഹുവേ ഈ മുഹറം മാസമാണിത്. ഇപ്പൊ നമ്മൾ ദ്വാരക്കുമ്പോൾ ഒരു പ്രധാന ദുആണ്ട്, അല്ലാഹുമ്മ യാ മുഹബ്ബിലൽ അഹ്വാലി ഹവ്വിൽ ഹാലനാ ഇലാ അഹ്സനിൽ ആൽ ബിഹൗലിക വഖുവ്വതിക യാ അസീസ് യാ മുതആൽ. മുഹറമിന്റെ ദുആണ്, പടച്ചോനെ നിലവിൽ എനിക്ക് നീ നൽകിയ അവസ്ഥ ഒന്ന് ചേഞ്ച് ആക്കി തരണം. എന്താണ്? അസുഖം സുഖാക്കി തരണം, രോഗം ആരോഗ്യാക്കി തരണം, കഷ്ടപ്പാട് സന്തോഷാക്കി തരണം, കടം വീട്ടിൽ തരണം, നല്ല അവസ്ഥയ്ക്ക് മാറ്റിത്തരും, ഇൽമിൽ വർധനവ് തരണം, അല്ലാഹ് മക്കളെ കൊണ്ട് ഖൈറ് തരണം, ഭാര്യ ഭർത്താക്കൾ സന്തോഷം നിലനിർത്തണം. ഇതാണ് അഹ്സനുൽ ഹാൽ പടച്ചോനെ. അപ്പൊ നമ്മൾ ഒരു വർഷത്തെ ഒരു പരിവർത്തനത്തിന്റെ നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ ദുആ ചെയ്യണം, പടച്ചോനെ ആരോഗ്യം തരണം എന്നുള്ളതൊരു മൊത്തം ചോദ്യമാണ്. അതിന്റെ പുറമെ പടച്ചോനെ കാഴ്ച ശക്തിയിൽ ആഫിയത്ത് തരണം, കേൾവി ശക്തിയിൽ ആഫിയത്ത് തരണം, കിഡ്നിക്ക് ആഫിയത്ത് തരണം, ഇങ്ങനെ ചോദിക്കണം. 2ാമത്തെ ഒരു ചോദ്യമുണ്ട് ദോഷം പൊറുപ്പിക്കാൻ. പടച്ചോനെ ഞങ്ങൾ ദോഷം പൊറുത്തു തരണേ, അതൊരു മൊത്തത്തിലെ ചോദ്യം. പിന്നൊന്ന് വിശദമായിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ടൊക്കെ ഒറ്റയ്ക്ക് അല്ലാഹുവോട് ഞാൻ എന്താ ചോദിക്കേണ്ടത്, പടച്ചോനെ എന്റെ കണ്ണ് കൊണ്ട് ചെയ്ത ദോഷം പൊറുക്കണേ, കാല് കൊണ്ട് ചെയ്ത ദോഷം പൊറുക്കണേ, നാവ് കൊണ്ട് ചെയ്ത ദോഷം പൊറുക്കണേ. ഇങ്ങനെ നമ്മളാണ് ദ്വാരക്കുമ്പോണ്ടല്ലോ നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹുവേ ഈ കൂടിയ ഞങ്ങളെല്ലാവരും ഞങ്ങളെ കുടുംബങ്ങളും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും ഒക്കെ ചേർത്ത് കൊണ്ട് മരിച്ചവരെ കൂടി നിയ്യത്ത് ചെയ്ത് നമുക്ക് ദ്വാരക്കല്ലോ സാർ.